നമ്മളൊരു ബയോസെപ്റ്റി ടാങ്കിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മളിപ്പോ സെപ്റ്റി ടാങ്കുകൾ, പല സെപ്റ്റി ടാങ്കുകൾ ഉണ്ട്. കൺവെൻഷണൽ സെപ്റ്റി ടാങ്ക് ഉണ്ട്, ഓർഡിനറി സെപ്റ്റി ടാങ്ക് ഉണ്ട്, അതേപോലെ ബയോസെപ്റ്റി ടാങ്കുകളുണ്ട്. അപ്പോൾ ബയോസെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ഫില്ലിങ്, അതായത് നിറയുക, ബ്ലോക്ക് ആവുക, അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈ ബയോസെപ്റ്റി ടാങ്കുകളിൽ. അപ്പോൾ ബയോസെപ്റ്റി ടാങ്കിൽ എന്താണ് ഒരു ഫംഗ്ഷൻ നടക്കുന്നതെന്നും എങ്ങനെയാണ് ആ ബയോസെപ്റ്റി ടാങ്ക് ഉപയോഗിച്ച് നമുക്കത് എന്തെല്ലാം അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ളതിന് ഒരു ചുരുക്കമാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിന്റെ ഒരു ഡയഗ്രാമാണ് വരച്ചത്. ഇത് ഈ ഡയഗ്രാം കാണിച്ചെന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു ബയോസെപ്റ്റി ടാങ്കിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ബയോസെപ്റ്റി ടാങ്കിൽ നമുക്ക് 3 അറകൾ ഉണ്ടാവും. അപ്പൊ ഈ 3 അറകളിൽ നമ്മൾ വെള്ളം പറഞ്ഞ ഒരു 3 അറകളാണ്. അപ്പൊ ഈ ഹ്യൂം വേസ്റ്റ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ കമ്പാർട്ട്മെന്റിൽ തന്നെ നമ്മൾക്കൊരു ബാക്ടീരിയ, അതായത് ബയോളജിക്കൽ ആക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് 2 കമ്പാർട്ട്മെന്റുകൾ മെയിൻ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ 3 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ 2 കമ്പാർട്ട്മെന്റുകളിലായിരിക്കും ഇതിനകത്തുള്ള ആക്ഷൻ നടക്കുന്നത്. അപ്പൊ നമ്മളുടെ ഒരു ഹ്യൂം വേസ്റ്റ് വരാമെന്ന് വിചാരിക്കുക. ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഹ്യൂം വേസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഈ ഹ്യൂം വേസ്റ്റ് 2ആയിട്ട് പിരിയാണ്. അതായത് സ്ലെഡ്ജ് എന്ന് പറയും, 1, 2 സ്കം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തിരിയും. അപ്പൊ ഈ സ്കം എല്ലാം ഇങ്ങനെ അടിഭാഗത്തായിട്ട് കിടക്കും. അതുപോലെ സ്ലെഡ്ജ് അടിഭാഗത്ത് കിടക്കും, സ്കം ഒക്കെ ഇങ്ങനെ മുകളിൽ പൊങ്ങിക്കിടക്കും. കനം കുറയാലും മുകളിൽ പൊങ്ങിക്കിടക്കും. കട്ടി കൂടിയതിൽ അടിയിലേക്ക് ഇങ്ങനെ വന്നു വരും. അപ്പൊ ഇത് ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, ബയോളജിക്കൽ ഫംഗ്ഷൻ. ഈ ബാക്ടീരിയ ഇവിടെ വർക്ക് ചെയ്യും. നമ്മൾ ഒരു സ്പെഷ്യൽ ബാക്ടീരിയ ഇതിനകത്ത് കൊടുക്കും. അപ്പൊ ഈ ബാക്ടീരിയ ഇതിനകത്ത് ചെയ്തിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ബ്രേക്ക് ഡൗൺ ആക്കുക, അതായത് അത് കഴിക്കും. ബാക്ടീരിയയുടെ ഫുഡാണത്. അപ്പൊ ആ ബാക്ടീരിയ ഇതെല്ലാം കഴിച്ച് കിട്ടുമ്പോഴേക്കും 2ാമത്തെ കമ്പാർട്ട്മെന്റിലേക്ക് ചെല്ലും. 2ാമത്തെ കമ്പാർട്ട്മെന്റ് ഇതിനകത്ത് നമ്മൾ ഏകദേശം ഒരു വരുന്ന എല്ലാ ഹ്യൂം വേസ്റ്റ് വരുന്നത് ആദ്യം തന്നെ ഈ കമ്പാർട്ട്മെന്റിലേക്കായിരിക്കും. അപ്പൊ ഇവിടെ അത് കഴിച്ച് തീർന്ന് ബാലൻസ് പിന്നെയും ഈ വേസ്റ്റ് വീണ്ടും അടുത്ത ഇതിനകത്തേക്ക് പോകും, അടുത്ത ടാങ്കിലേക്ക് പോകും. നമ്മളുടെ അടുത്ത ഇതിനകത്ത് ഒരു കണക്ഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അടുത്ത ടാങ്കിലേക്ക് ഇത് വന്നു ചേരും. ഇങ്ങനെ അടുത്ത ടാങ്കിലേക്ക് വന്നു ചേർന്ന് കഴിയുമ്പോൾ ഈ ടാങ്കിലും ഇതേപോലെ തന്നെ ഈ ബാക്ടീരിയയുടെ ഫംഗ്ഷൻ മൂലം ഇവിടെ വരുന്ന വേസ്റ്റ് ഇതുപോലെ തന്നെ 2ആയിട്ട് തിരിയും. ഇവിടുത്തേതിനും കുറവായിരിക്കും. അപ്പൊ ഇവിടെയും ബാക്ടീരിയ ഫംഗ്ഷൻ ചെയ്യും. അപ്പൊ ഈ 2 കമ്പാർട്ട്മെന്റിലും ബാക്ടീരിയയുടെ ഫംഗ്ഷൻ നല്ല രീതിയിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും 3ാമത്തെ കമ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴേക്കും അത് വെറും 10% ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്നതിൽ 100% വരുന്നതിൽ ഏകദേശം ഒരു 50%എങ്കിലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും, ഇവിടത്തോടുകൂടി തീർന്നിട്ടുണ്ടാവും. 2ാമത്തെ കമ്പാർട്ട്മെന്റിൽ ഏകദേശം ഒരു 45% 2ാമത്തെ കമ്പാർട്ട്മെന്റിൽ കഴിയുണ്ടാവും. 3ാമത്തെ കമ്പാർട്ട്മെന്റിൽ ഒരു 5% വർക്കാണ് ഉള്ളത്. ഈ 5%-ഓളം വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് വരും. അപ്പൊ ഇതും കൂടി ഇവിടെ വെച്ച് സെറ്റിൽ ആവും. അപ്പൊ ഇങ്ങനെ 3 കമ്പാർട്ട്മെന്റിൽ ഈ ഫംഗ്ഷനോടുകൂടി നമ്മുടെ വെള്ളം ശുദ്ധീകരിച്ച ശേഷം അത് നമ്മളുടെ സെറ്റിലിംഗ് ടാങ്കിലേക്ക് ചാടും. ഇതാണ് നമ്മുടെ സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെറ്റിലിംഗ് ടാങ്കിലേക്ക് ചാടുക ചെയ്യുന്നത്. ഈ സെറ്റിലിംഗ് ടാങ്കിന് ടോപ്പിൽ 2 പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയും ബാക്ടീരിയ ട്രീറ്റ്മെന്റിനുള്ളതാണ്. നമ്മൾ സാധാരണ ഉള്ള ഓവർഫ്ലോ ടാങ്ക്, സാധാ സെപ്റ്റി ടാങ്കിനുള്ള ഓവർഫ്ലോ ടാങ്ക് അല്ല ബയോസെപ്റ്റി ടാങ്കിന് നമ്മൾ കൊടുക്കുന്ന സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെറ്റിലിംഗ് ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഹോളുകളാണ് കേട്ടോ, പുറത്തേക്ക് പോകുന്ന ഹോളുകളാണ്. അപ്പൊ ഈ സെറ്റിലിംഗ് ടാങ്കിന് തന്നെ നമ്മൾ 2 ഭാഗങ്ങളായിട്ടായിരിക്കും. ഒന്ന് നമ്മൾ ഈ വെള്ളം ഇവിടുന്ന് വരുന്ന ഒന്നും കൂടി അത് ഫിൽട്രേഷൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ഫിൽട്രേഷൻ കൂടി കഴിഞ്ഞ ശേഷം ഇവിടെ ഈ സെറ്റിൽമെന്റ് ടാങ്ക് തന്നെ നമ്മൾ 2 കമ്പാർട്ട്മെന്റ് ആണ്. അതിൽ ഒരു കമ്പാർട്ട്മെന്റിൽ നമ്മൾ വീണ്ടും അത് ഫിൽട്ടർ ചെയ്യാണ്, അഗെയിൻ ഫിൽട്രേഷൻ ചെയ്യാണ്. അവിടെയും ബയോളജിക്കൽ നമ്മൾ ചെയ്യുന്നുണ്ട് ആ ഇതിന് തന്നെ. അപ്പോൾ ഒരു തരി പോലും നമ്മൾ വരാൻ പാടില്ലാത്ത രീതിയിൽ അതിന്റെ BOD ലെവൽ കറക്റ്റ് ആവാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. നമ്മൾ ഇതുപോലെ pH ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഈ സെറ്റിലിംഗ് ടാങ്കിൽ തന്നെ 2ആയി തിരിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഫിൽട്ടർ ചെയ്ത ശേഷം ഇത് നമ്മൾ പുറത്തേക്ക് ഭൂമിയിലേക്ക് തന്നെ ഡ്രെയിൻ ചെയ്ത് പോവാണ്. ഇനി അത് ഭൂമിയിലേക്കല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഗാർഡനിങ്ങിനായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഈ വെള്ളം വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. റീയൂസ് ചെയ്യാൻ മീൻസ് ഗാർഡനിങ് ഓൺലി
ഗാർഡനിങ് പർപ്പസ് അല്ലെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വെള്ളം പ്യൂറായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു ബയോസെപ്റ്റി ടാങ്കിന്റെ ഫംഗ്ഷൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഡയഗ്രാം. ഇത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കട്ട് ചെയ്യില്ലേ?